കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ആറാം സർഗം, യുദ്ധകാണ്ഡത്തിലത്തെ ആറാം സർഗത്തിലത്തെ 57 ശ്ലോകം ചെയ്തു. അതിലിപ്പോൾ ഇത് കാലനേമിയുടെ ഉപദേശം, രാവണനോടുള്ള ഉപദേശം തുടരുന്നതാണ് കേട്ടോ. പക്ഷെ നല്ല വലിയ തത്വങ്ങളൊക്കെയാണല്ലോ പറഞ്ഞതല്ലേ. ഇതിലിപ്പോൾ അവസാനം പറഞ്ഞത് എന്താ വെച്ചാൽ, അങ്ങ് ഗുരുവിൻ്റെ, നല്ലൊരു ഗുരുവിൻ്റെ, ജ്ഞാനിയായിട്ടുള്ള, ജീവൻ മുക്തനായിട്ടുള്ള അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു ഗുരുവിൻ്റെ ഉപദേശപ്രകാരം നിധിധ്യാസനമൊക്കെ ചെയ്ത് സിദ്ധി വരുത്തി, അതായത് അഷ്ടാംഗയോഗമൊക്കെ പഠിച്ചതൊക്കെ ചെയ്ത് അങ്ങക്ക് ജീവൻ മുക്താവസ്ഥയെ പ്രാപിച്ചിട്ട് അങ്ങ് എല്ലാം ഇന്നൊക്കെ മുക്തനാവും അങ്ങ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ രീതിയിൽ ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് എപ്പോഴും ആത്മാവിനെ തന്നെ ധ്യാനിച്ച്, പരമാത്മാവിനെ തന്നെ ധ്യാനിച്ച് ഈ പ്രകൃതിയിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ആ പുരുഷനെ തന്നെ ധ്യാനിച്ച് ആ ആത്മാനുഭവം അനുഭവപ്പെടുമ്പോൾ അതാണ് ആ ആത്മാവിനെ സാക്ഷാത്കരിക്കലാണ് ജ്ഞാനം ലഭിക്കൽ. അങ്ങനെ ആ ജ്ഞാനം ഉദിച്ചാൽ അങ്ങക്ക് മുക്തി ലഭിക്കും. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ നിരാകാരവും നിഷ്കളവും നിഷ്കളനും നിരാകാരനുമായിട്ടുള്ള പരബ്രഹ്മത്തിനെ അങ്ങക്ക് പല വിഷമാണല്ലോ, രൂപമൊന്നുമില്ലല്ലോ, അപ്പോൾ ഒരു ശക്തി അത്രയല്ലോ. അപ്പോൾ അതിനെ അങ്ങക്ക് ധ്യാനിക്കാൻ പറ്റണില്ല എങ്കിൽ സഗുണനായ ഈശ്വരനെ ആശ്രയിച്ചോളൂ. അതായത് രൂപത്തോടു കൂടിയിട്ടുള്ള കൃഷ്ണനോ അല്ലെങ്കിൽ ഇതുപോലെ ഭഗവാനെ, കൃഷ്ണനെയോ രാമനെയോ ഒക്കെ, അല്ലെങ്കിൽ ഏത് അവതാരം എടുത്തിട്ട് അതിനെ സഗുണം ആയിട്ടുള്ള ഭഗവാനെയും ധ്യാനിക്കാം. അതെങ്ങനെയാണെന്നാണ് പറയണത്. പരബ്രഹ്മത്തിനെ ധ്യാനിക്കാൻ പറ്റില്ലെങ്കിൽ സഗുണ ഭഗവാനെ എങ്ങനെ ആരാധിക്കാം എന്നുള്ളത് 4 ശ്ലോകത്തിലെ ആ സഗുണ സ്വരൂപ ധ്യാനമാണ് ഉപദേശിക്കുന്നത് കാലനേമിയിട്ടോ. ഇനി അടുത്ത 4 ശ്ലോകം സഗുണസ്വരൂപ ധ്യാനമാണ്. അതായത് നിർഗുണം പറ്റില്ലെങ്കിൽ സഗുണം ധ്യാനിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് 4 ശ്ലോകം. നമുക്കൊക്കെ അത് ഈ ഉപദേശം ശരിക്കും സ്വീകരിക്കാം. ഹൃത്പത്മകർണികേ സ്വർണപീഠേ മണിഗണാന്വിതേ മൃദുശ്ലക്ഷ്ണതരേ തത്ര ജാനക്യാ സഹ സംസ്ഥിതം വീരാസനം വിശാലാക്ഷം വിദ്യുൽപുഞ്ജനിഭാംബരം കിരീടഹാരകേയൂരകൗസ്തുഭാദിഭിരന്വിതം നൂപുരൈഃ കടകൈർഭാന്തം തഥൈവ വനമാലയാ ലക്ഷ്മണേന ധനുർദ്വന്ദ്വകരേണ പരിസേവിതം ഏവം ധ്യാത്വാ സദാത്മാനം രാമം സർവഹൃദി സ്ഥിതം ഭക്ത്യാ പരമയാ യുക്തോ മുച്യതേ നാത്ര സംശയഃ. ഇതാണ് സ്വഗുണസ്വരൂപ ധ്യാനം. എന്താണ്? ഹൃത്പത്മ കർണികെ, അതായത് ഹൃദയമാകുന്ന താമരയുടെ മധ്യത്തിൽ, ഹൃദയത്തിനെ ഒരു താമരയായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് അതിങ്ങനെ വിടർന്ന് നിൽക്കണ പോലെ കേട്ടോ. എന്നിട്ട് അതിൻ്റെ മധ്യത്തിൽ മണിഗണാന്വിതേ, അതായത് നല്ല പലമാതിരി ശോഭയുള്ള രത്നങ്ങൾ പതിച്ചിരിക്കുന്നതും മൃദുശ്ലക്ഷ്ണതരേ സ്വർണപീഠേ, വളരെ മൃദുലമായിട്ടുള്ള സ്വർണപീഠം. ആ ഒരു താമര, ഹൃദയത്തിനെ താമരയായിട്ട് സങ്കല്പിച്ച് അതിങ്ങനെ വിടർന്ന് നിൽക്കണ ആ താമരയുടെ മധ്യത്തിൽ മൃദുലമായിട്ടുള്ളൊരു സ്വർണപീഠം ആദ്യം നമ്മൾ ധ്യാനിക്കണം. എന്നിട്ട് ആ സ്വർണപീഠത്തിൽ വീരാസനത്തിലിരിക്കുന്നവനും വിശാലാക്ഷം, വിശാലമായ നേത്രങ്ങളോടുകൂടിയവനും വിദ്യുൽപുഞ്ച നിഭാംബരം, അതായത് മിന്നൽ പോലെ തെളിച്ചം, മിന്നൽ പോലെ പ്രകാശിക്കുന്ന
വസ്ത്രത്തോടുകൂടിയവനും കിരീടഹാര കേയൂര കൗസ്തുഭാതിഭിഹി അന്വിതം. കിരീടം, ഹാരം, കേയൂരം, കൗസ്തുഭം എന്നിവയോടുകൂടിയവനും നൂപുരൈഹി കടകൈഹി, നൂപുരങ്ങൾ, കടകങ്ങൾ, വളയൊക്കെ എന്നിവ കൊണ്ടും, അതായത് കാലുമ്പിലിടുന്ന ചെലമ്പോ അല്ലെങ്കിൽ പാദസരോ തളയോ അതും കടകങ്ങൾ കൊന്നുകൊണ്ടും, തഥാ ഏവ വനമാലയാലും ഭാന്തം, ഭാന്തം ച ഭാതി ച ശോഭിക്കുന്നു എന്നാണ്, ഭാന്തം ശോഭിക്കുന്നവനും ധനുർദ്വന്ദ്വകരേണ ലക്ഷ്മണേന പരിസേവിതം, അതായത് കയ്യിൽ വില്ലും അമ്പും ധരിച്ച് ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്നവനും സർവഹൃദിസ്ഥിതം ആത്മാനം രാമം, എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്നവനും ആത്മാവും ആയ രാമനെ, അല്ലേ, സർവാത്മാവാണ്, അന്തര്യാമിയാണ്. ഏവം ധ്യാത്വ, ഇപ്രകാരം ധ്യാനിച്ചിട്ട് പരമയാ ഭക്തിയാ യുക്ത, പരമമായ ഭക്തിയോട് കൂടിയവനായിട്ട് മുച്യതേ, അതായത് അങ്ങക്ക് മോക്ഷം കിട്ടും. മുച്യത വെച്ചാൽ മോചിക്കപ്പെടുന്നു. അത്ര സംശയ, ഇതിലൊരു സംശയവുമില്ല. ഈ 4 ശ്ലോകം നമുക്കും ധ്യാനിക്കാൻ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. എന്താ അറിയോ, ഹൃദയമാകുന്ന ആ താമരപ്പൂവിൻ്റെ, ഹൃദയത്തിനെ താമരയായി സങ്കല്പിക്കണം. ഹൃദയമാകുന്ന താമരപ്പൂവിൻ്റെ മധ്യത്തിൽ പല മാതിരി നല്ല നല്ല ബ്രൈറ്റായിട്ടുള്ള ധാരാളം രത്നങ്ങൾ പതിച്ചിരിക്കുന്നതും വളരെ ഇരിക്കാൻ സോഫ്റ്റ് മൃദുലവുമായ ഒരു സ്വർണ്ണപീഠം ആ താമരയുടെ മധ്യത്തിൽ നമ്മൾ ആദ്യം സങ്കല്പിക്കണം. എന്നിട്ട് ആ പീഠത്തുമ്പിലാണ്, ആ പീഠത്തിൽ സീതാസമേതനും വീരാസനത്തിലിരിക്കുന്നവനും വിശാല നേത്രങ്ങളോടു കൂടിയവനും മിന്നൽക്കൊടി പോലെ പ്രകാശം പരത്തുന്ന പീതാംബരം ധരിച്ചവനും കിരീടം, മുത്തുമാല, തോൾ വളകൾ, കൗസ്തുഭരത്നം മുതലായ ആഭരണങ്ങൾ അണിഞ്ഞവനും കാൽച്ചിലമ്പ്, അതാണല്ലോ നൂപുരം പറഞ്ഞ്, കൈവളകൾ, വനമാല എന്നിവയാൽ ശോഭിക്കുന്നവനും കയ്യിൽ വില്ല് പിടിച്ചിരിക്കുന്നവനും വില്ലും അമ്പും പിടിച്ചു നിൽക്കുന്ന ലക്ഷ്മണനാൽ വളരെ സ്നേഹത്തോടു കൂടി സേവിക്കപ്പെടുന്നവനും സകല ജനങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനും ആത്മഭൂതനുമായ ആ രാമനെ നിരന്തരം അങ്ങ് ധ്യാനിക്കണം. സീതാലക്ഷ്മണ സഹിതനായിട്ടുള്ള രാമനെയാണ് പറയണത് കേട്ടോ. അപ്പം അങ്ങക്ക് ആ പരമഭക്തിയോടുകൂടി അങ്ങനെ ഈ ശ്രീരാമനെ ധ്യാനിച്ചാൽ ഹൃദയകമലത്തിലെ അങ്ങ് മുക്തനായി ഭവിക്കും, എനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞു. എത്ര നല്ലതായിട്ട് പറഞ്ഞു കൊടുത്തു അല്ലേ. ഹൃത്പത്മകർണികേ സ്വർണപീഠേ മണിഗണാന്വിതേ മൃദുശ്ലക്ഷ്ണതരേ തത്ര ജാനക്യാഹ സഹസംസ്ഥിതം, ജാനകിയോടുകൂടിയിരിക്കണ ശ്രീരാമനെയാണ്. വീരാസനത്തിൽ വിശാലാക്ഷം വിദ്യുൽപുഞ്ചനിഭാംബരം, നല്ല മിന്നുന്ന മഞ്ഞപ്പട്ട, കിരീടഹാര കേയൂര കൗസ്തുഭാദിഭിരന്വിതം നൂപുരൈഹി കടകൈർഭാന്തം തഥൈവ വനമാലയാ ലക്ഷ്മണേന ധനുദ്വന്ദ്വകരേണ പരിസേവിതം, ലക്ഷ്മണനാൽ സേവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏവം ധ്യാത്വാ, ഇങ്ങനെ ധ്യാനിച്ചാൽ ആരെ, സദാത്മാനം രാമം സർവഹൃദി സ്ഥിതം, എല്ലാവരുടെ ഹൃദയത്തിലിരിക്കുന്ന സർവാത്മാവായിട്ടുള്ള ഈ രാമനെ ഇങ്ങനെ ധ്യാനിച്ചാൽ ഭക്തിയാ, എങ്ങനെ, ഭക്തിയോട് കൂടിയിട്ട്, പരമയാ ഭക്തിയാ പരമയാ യുക്തോ, അപ്പോഴോ മുച്യതേ നാത്ര സംശയ, മുക്തി ലഭിക്കുന്നുള്ളതിന് എനിക്ക് ഒരു സംശയവുമില്ല. ശൃണു വൈ ചരിതം തസ്യ ഭക്തൈർനിത്യമനന്യധീഹി ഏവം ചേൽകൃതപൂർവാണി പാപാനി ച മഹാന്ത്യപി ക്ഷണാദേവ വിനശ്യന്തി യഥാഗ്നേ സ്ഥൂലരാശയാ. അതായത് എപ്പോഴും പറയണ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എന്താ അറിയോ, ഭക്തൈഹി തസ്യ ചരിതം, ഭക്തന്മാരോടുകൂടി ഈ ശ്രീരാമൻ്റെ ചരിതത്തെ, അതായത് ശ്രീരാമ കഥകളെ വേറെ ഭക്തന്മാരോട് കൂടിയിട്ടേ,
അതായത് സത്സംഗം. അനന്യധീഹി നിത്യം ശൃണു, വേറൊരു മനസ്സ് എവിടേക്കും പോവാതെ. അനന്യധീ പറഞ്ഞാൽ എന്താ? വേറെ മനസ്സെങ്കിലും പോവാതെ അനന്യഭക്തിയോട് കൂടിയിട്ട് നിത്യം ശൃണു, കേട്ടാലും. ഏവം ചെയ്ത്, ഇപ്രകാരമാണെങ്കിൽ, കൃതപൂർവാണി മഹാന്തി അപി പാപാനി, ഇങ്ങനെ ചെയ്താൽ എത്രയോ ജന്മങ്ങളായി ചെയ്ത വലിയ വലിയ പാപങ്ങൾ പോലും അഗ്നേഹേ തൂലരാശയ ഇവ, അഗ്നി എങ്ങനെയാണ് ആ പഞ്ഞിക്കൂട്ടത്തിനെ കത്തിച്ച് നശിപ്പിക്കുക, അതുപോലെ ക്ഷണാൽ ഏവ വിനശ്യതി, ക്ഷണത്തിൽ നശിക്കും. എന്താ പറയണ കാലനേമി? ഭക്തജനങ്ങളോട് കൂടി ചേർന്ന് ഈ ശ്രീരാമ കഥകളെ നിത്യവും അങ്ങ് കേൾക്കൂ. എന്നാൽ എത്രയോ ജന്മങ്ങളായി ചെയ്ത പാപങ്ങൾ, ഇപ്പം ചെയ്ത പാപങ്ങളൊക്കെ കണക്കില്ല, ഇനി അതിന് മുമ്പുള്ള ജന്മങ്ങളിലും ചെയ്ത പാപങ്ങൾ എത്ര ഉണ്ടെങ്കിലും, എത്ര വലിയ പാപമാണെങ്കിലും അതൊക്കെ അഗ്നിയിൽ പഞ്ഞിക്കൂട്ടം അഗ്നി കൊണ്ട് നശിക്കുന്ന പോലെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ പാപങ്ങൾ മുഴുവൻ ക്ഷണത്തിൽ തന്നെ നശിക്കും എന്ന് പറഞ്ഞു. ഇനി കഴിഞ്ഞുട്ടോ. ഇപ്പോൾ കാരണം ഇവിടെ ഈ സർഗത്തിൽ ഒരു ശ്ലോകമേ ഉള്ളൂ. ശൃണുവൈ ചരിതം തസ്യ ഭക്തൈർനിത്യമനന്യധീഹി ഏവം ചേൽ കൃതപൂർവാണി പാപാനി ച മഹാന്ത്യപി ക്ഷണാദേവ വിനശ്യന്തി യഥാഗ്നേ സ്ഥൂലരാശയഃ. അവസാനത്തെ ശ്ലോകമാണ്. കാലനേമി ഉപസംഹരിക്കുകയാണ് കാലനേമിയുടെ ഉപദേശം. ഭജസ്വരാമം പരിപൂർണമേകം വിഹായ വൈരം നിജഭക്തിയുക്തഃ ഹൃദാ സദാ ഭാവിതഭാവരൂപ മനാമരൂപം പുരുഷം പുരാണം. എന്തൊരു ഭംഗിയായിട്ട് അല്ലേ? വൈരം വിഹായ, വൈരത്തെ വെടിഞ്ഞിട്ട്, നിജഭക്തിയുക്തഃ, അതായത് ആ രാമനിൽ, സ്വന്തം ആത്മാവായിട്ടുള്ള ആ രാമനിൽ വളരെയധികം ഭക്തിയോട് കൂടിയവനായിട്ട്, ഹൃദ സദാ ഭാവിതഭാവരൂപം, മനസ്സുകൊണ്ട് എപ്പോഴും ആ ഭാവിക്കപ്പെട്ടിരിക്കുന്ന ആ ഭഗവാനും, അനാമരൂപം, നാമരൂപങ്ങളില്ലാത്തവനും, പരിപൂർണം, ശരിക്കും നാമരൂപങ്ങളില്ല, വേണമെന്ന് വിചാരിച്ചൊരു രൂപം എടുത്തതാണല്ലോ, അങ്ങനത്തെ പരിപൂർണം എങ്ങും നിറഞ്ഞവനും, പുരാണം പുരുഷം, ആ പുരാണപുരുഷനും, ഏകം രാമം, ഏകനുമായ രാമനെ ഭജസ്വ, ഭജിച്ചാലും. എത്ര ഇതിലധികം ഉപദേശിക്കാൻ പറ്റുമോ? വൈരഭാവമൊക്കെ ഉപേക്ഷിച്ച്, ഹേ രാവണ, അന്യവിഷയത്തിൽ യാതൊരു ശ്രദ്ധയും ഇല്ലാതെ ആത്മാവിൽ തന്നെ, ആത്മാവായിട്ടുള്ള രാമനിൽ പരമഭക്തിയോടുകൂടെ മനസ്സുകൊണ്ട് സദാ ഭാവിക്കുക. ആരെ? ആ സത്ത് മാത്രമായിട്ടുള്ള സത്വഗുണസ്വരൂപനും, നാമരൂപാദികളില്ലാത്തവനും, പുരാണപുരുഷനും, ഏകനും ആയ രാമനെ അങ്ങ് സർവദാ ഭജിച്ചാലും എന്ന് പറഞ്ഞു. അന്യചിന്തയില്ലാതെ, അങ്ങനെയാണ് പറയണത് അല്ലേ? അന്യചിന്തയില്ലാതെ രാമനെ ഭജിച്ചാലും. വൈരം കളഞ്ഞിട്ടേ. ഭജസ്വരാമം പരിപൂർണമേകം വിഹായ വൈരം നിജഭക്തിയുക്തഃ ഹൃദാ സദാ ഭാവിതഭാവരൂപമനാമരൂപം പുരുഷം പുരാണം. ഇതി ശ്രീമദാധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡേ ഷഷ്ഠസർഗ സമാപ്തഃ എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൽ കേട്ടോ. ഇനി നമുക്ക് ഇത് കുറച്ച് വേണമെങ്കിൽ നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ എന്താ എഴുത്തച്ഛൻ്റെ ഒന്നും നമ്മൾ നോക്കണേ ഇല്ല അല്ലേ? എഴുത്തച്ഛൻ്റെ നമുക്ക് കുറച്ച് വേണമെങ്കിൽ നോക്കട്ടെ. കാലനേമിയുടെ ഉപദേശം നോക്കട്ടെ. അതിപ്പോൾ ഞാനത് നോക്കിയിട്ട് കാണാൻ കേട്ടോ. സാരില്ല, ഞാൻ അടുത്ത അധ്യായത്തിലേക്ക് കിടക്കാം. എന്നിട്ട് വേണമെങ്കിൽ അടുത്ത ദിവസം നമുക്ക്, ഞാൻ വിചാരിച്ച എങ്ങനെയാണ് ഭഗവാനെ ഭജിക്കണം എന്നുള്ളത് ആ ഭാഗം വേണമെങ്കിൽ നമുക്ക് വായിക്കാം. സാരില്ല, യുദ്ധകാണ്ഡം 7-ാം സർഗത്തിലേക്ക് നമുക്ക് കടക്കാം.
ശ്രീമഹാദേവ ഉവാച കാലനേമി വച ശ്രുത്വാ രാവണോ മൃതസന്നിഭം ജജ്വാല കോഥതാമ്രാക്ഷഃ സർപ്പിരഗ്നിമത്. അതാണ് സർപ്പിരഗ്നിമിവാഗ്നിമത്. അതായത് എന്താ ചെയ്യുക, ഈ പിന്നെ ഇപ്പം ചീത്ത കാലാണെങ്കിൽ ആരുടെ ഉപദേശം കേൾക്കാൻ തോന്നില്ല എന്നുള്ളത് ഇപ്പം എത്ര ശരിയാ. അതിൽ നോക്കൂ, അമൃതസന്നിഭം കാലനേമി വചം ശ്രുത്വ, കാലനേമി വചഃ ശ്രുത്വ, അമൃത സമാനമായിട്ടുള്ള, ശരിക്കും അമൃത സമാനമായിട്ടുള്ള കാലനേമിയുടെ വാക്കുകളെ കേട്ടിട്ട് രാവണൻ ക്രോധതാമ്രാക്ഷ, അതായത് ദേഷ്യം കൊണ്ട് കണ്ണ് ചുമന്നവനായിട്ട് അഗ്നിമദ് സർപ്പിഹി അദ്ഭി ഇവ, അതായത് കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നെയ്യിട്ടാൽ എന്താ ഉണ്ടാവുക, നെയ്യ് ഹോമിച്ചാൽ എന്താ ഉണ്ടാവുക, ഒന്നും കൂടി ആളി കത്തില്ലേ, അതുപോലെ ജജ്വാല ജ്വലിച്ചു, ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. അതായത് നല്ലോണം കത്തണ അഗ്നിയിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും കൂടി ഇട്ട് ആളി കത്തില്ലേ, അതുപോലെ ഈ ആരുടെ, രാവണൻ്റെ കോപം ആളിക്കത്തി സ്വതയെ തന്നെ കോപിച്ചിരിക്കുകയാണ്. ഈ നല്ല അമൃതസമമായിട്ടുള്ള കാലനേമിയുടെ ഉപദേശം കേട്ടപ്പോൾ എന്താ ഉണ്ടായത്, അതായത് ഈ കാലനേമിയുടെ ഈ ഉപദേശം ഒരു സാധാരണ ഉപദേശമൊന്നുമല്ല. ഈ ജനന മരണ പ്രവാഹരൂപമായ ഈ സംസാര സാഗരത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ ഉപകരിക്കുന്ന അത്ര അമൃത സദൃശമായിട്ടുള്ള കാലനേമിയുടെ വാക്കാണ് കേട്ടതേ. എന്നിട്ട് എന്താണ്ടായേ, രാവണൻ കോപിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, പൂർവാധികം ക്രുദ്ധനായി. അതായത് തീയിൽ നെയ്യൊഴിച്ചാൽ എങ്ങനെ ആളിക്കത്തുമോ അതുപോലെ ആളിക്കത്തി ക്രോധാന്ധനായിട്ട് ചുവന്ന് കലങ്ങി മറിഞ്ഞ കണ്ണുകളോടുകൂടി ജ്വലിച്ചു എന്ന്. അപ്പോഴോ അങ്ങനെ ഈ സംസാരാഗ്നിയെ ശരിക്ക് കെടുത്താൻ പറ്റുന്ന, സംസാരാഗ്നിയിൽ നമ്മളൊക്കെ വളരെ നല്ലൊരു ഇതാണ്. എന്താ അറിയോ, സംസാരാഗ്നിയിൽ നമ്മളൊക്കെ വെന്തെരിയാണ്. അപ്പോൾ ഈ വേദാന്ത പിന്നെ കേൾക്കണ സമയത്ത് ശരിക്ക് അതിനൊരു സമാധാനം ഉണ്ടാവുകയല്ലേ വേണ്ടത്. അങ്ങനെയല്ല ഉണ്ടായത്. ഈ സംസാരാഗ്നിയെ കെടുത്താൻ സാമർഥ്യമുള്ള ഈ അമൃതവചനം ശരിക്ക് പറയാച്ചാൽ അത് ഈ ഉപദേശം രാവണൻ അർഹിക്കണില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയൂലോ, അർഹിക്കുന്നവർക്ക് പാത്രത്തിനെ ദാനം ചെയ്യാവൂ എന്ന് പറയും. അതായത് അർഹിക്കുന്നവരെ ഉപദേശിക്കാൻ പാടുള്ളൂ. ശരിക്കിപ്പോൾ ഒരു സംസാര ദുഃഖത്തിൽ എരിഞ്ഞ് കിടക്കണ ഒരാളാണ്, ഭക്തിയൊക്കെ ഉണ്ടായാലൊക്കെ ചോളൂ, നല്ലൊരു അല്ലെങ്കിൽ സത്വഗുണപ്രധാനമായിട്ടുള്ള ആളെ സംസാര ദുഃഖത്തിൽ എരിഞ്ഞ് അമരുകയാണെങ്കിൽ ഈ അമൃതവചനം കേട്ടാൽ സമാധാനം കിട്ടും. പക്ഷേ ശരിക്ക് സംസാരാഗ്നിയെ കെടുത്താൻ സാമർഥ്യമുള്ള ഈ അമൃതവചനം ഈ കാമം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയത്തിൽ പ്രവേശിച്ചാൽ എന്താ ഉണ്ടാവുക, അതായത് രാവണൻ്റെ പോലെ കാമാഗ്നിയാൽ ജ്വലിക്കുന്ന ഒരു ഹൃദയത്തിൽ പ്രവേശിച്ചാൽ അത് വിപരീത ഫലം ഉണ്ടാക്കുക എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ടോ അല്ലേ? ശരിക്ക് സംസാരാഗ്നിയെ ശമിപ്പിക്കാൻ കഴിവുള്ള അമൃതമയമായ വാക്കുകൾ, അതായത് നല്ല സാത്വികനായിട്ടുള്ള ആൾ കേട്ടാൽ സമാധാനം ഉണ്ടാവും. അതേസമയം കാമാഗ്നിയാൽ ജ്വലിക്കുന്ന രാവണനെ പോലുള്ള ഒരാൾക്ക് ഇങ്ങനൊരു ഉപദേശം കേട്ടാൽ വിപരീത ഫലമാണ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ പാത്രം അറിഞ്ഞിട്ടേ സാരോപദേശം ചെയ്യാവൂ എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് അർത്ഥം. അത് നമുക്കൊരു ഇവിടെ ഒരു ഇതാണ്, ഒരു പാഠാണ്. അപ്പോൾ യുദ്ധകാന്ഡം 7-ാം സർഗത്തിലെ ശ്രീ മഹാദേവ വാച, മഹാദേവൻ പറഞ്ഞു, ഞാൻ അതിനൊരു ഇത് പറഞ്ഞതാണ് കേട്ടോ, സന്ദർഭം വന്നപ്പോൾ. കാലനേമി വചശ്രുത്വാ രാവണോ മൃതസന്നിഭം ജജ്വാല ക്രോധതാമ്രാക്ഷ സർപ്പിരഭിര ഇവാഗ്നിമദ്. 2 നിത്വാം ദുരാത്മാനം മച്ഛാസനപരാങ്മുഖം പരൈഹി കിഞ്ചിത് ഗൃഹീത്വാ ത്വം ഭാഷസേ രാമകിങ്കരഃ. മച്ഛാസന പരാമുഖം, എൻ്റെ ശാസനയ്ക്ക് വിപരീതം പ്രവർത്തിക്കുന്ന ദുരാത്മാനം ത്വാം, ദുഷ്ടബുദ്ധിയായ നിന്നെ നിഹംനി ഞാൻ കൊല്ലും. പരൈഹി കിഞ്ചിത് ഗൃഹീത്വ, ശത്രുക്കളാൽ അയക്കപ്പെട്ട ഏതോ ഒന്നിനെ, ശത്രുക്കൾ പറഞ്ഞറിഞ്ഞ് ഏതോ ഒരു കാര്യം ഗ്രഹിച്ചിട്ട് രാമകിങ്കരഹാത്വം ഭാഷസേ,
ഒരു രാമൻ്റെ ദാസനെ പോലെയാണ് നീ സംസാരിക്കണമെന്ന്. ദേഷ്യം വന്നു രാവണനെ. എൻ്റെ കൽപ്പനയെ ധിക്കരിക്കണ ദുഷ്ടബുദ്ധിയായിട്ടുള്ള നിന്നെ ഞാനിപ്പോൾ കൊല്ലും. ശത്രുക്കൾ നിന്നെ ബ്രൈബ് ചെയ്തിട്ടുണ്ടാകും എന്ന് പറയാം. നിനക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടാവും സന്തോഷിപ്പിക്കാൻ, ഇങ്ങനെ എന്നോട് വന്ന് പറയാൻ. അപ്പോൾ ശത്രുക്കൾ തന്ന ആ ബ്രൈബ് എന്താ ഇപ്പോൾ മലയാളം എൻ്റെ ബ്രൈബിന് എന്തായാലും ശത്രുക്കൾ നിനക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടാവും എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ അതും സ്വീകരിച്ച് നീ രാമൻ്റെ ഒരു ദാസനെ പോലെ എന്നോട് സംഭാഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദേഷ്യം വന്നു. അത്ഭുതമില്ല അല്ലേ? നിഹംനി, അതായത് ക്രോധാഗ്നിയാൽ കാമാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ രാവണ ഹൃദയത്തിന് ഈ ഉപദേശമൊന്നും കാര്യമില്ല. നിഷ്ഫലെന്ന് മാത്രമല്ല, വിപരീത ഫലവും ദേഷ്യവും വരുന്നുണ്ടേ. നിഹംനി ത്വാം ദുരാത്മാനം മച്ഛാസന പരാങ്മുഖം പരൈഹി കിഞ്ചിത് ഗൃഹീത്വാ ത്വം ഭാഷസേ രാമകിങ്കരഃ. ഒരു രാമൻ്റെ ദാസനെ പോലെ ആണ് നീ, രാമഭൃത്തിനെ പോലെ സംസാരിക്കണു. കാലനേമിരുവാചേദം രാവണം ദേവകിം കൃഥ നരോചതേ മേ വചനം യതി ഗത്വാ കരോമി തദ്. കാലനേമിഹി രാവണം ഇതം ഉവാച. കാലനേമി രാവണനോട് ഇങ്ങനെ പറഞ്ഞു. ദേവ കൃഥാഖ്യം, രാജാവേ ക്രോധം കൊണ്ട് എന്ത് കാര്യം? മേ വചനം യതീന്ന രോചത്തെ, എൻ്റെ വാക്യം ഇഷ്ടമല്ലെങ്കിൽ ഗത്വാ തത് കരോമി, ഞാൻ പോയിട്ട് അത് ചെയ്യാം, ഞാൻ പോയി യുദ്ധം ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക വഴി മുടക്കാം. അതാണല്ലോ ഹനുമാൻ്റെ തിരിച്ചു വരാനുള്ള വഴിക്ക് വിഘ്നം ചെയ്യാനാണല്ലേ പറഞ്ഞ്. അപ്പോൾ കാലനേമി പറഞ്ഞു, ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോൾ കാലനേമി പറഞ്ഞു, മഹാരാജാവ് എന്തിനാ ഇപ്പോൾ ദേഷ്യപ്പെടുന്നത്? ഞാൻ പറഞ്ഞത് അങ്ങയ്ക്ക് രുചിച്ചില്ല എങ്കിൽ അങ്ങ് കൽപ്പിച്ചതനുസരിച്ച് ഞാൻ ചെന്ന് രാവണൻ്റെ ഗതിക്ക് വിഘ്നം വരുത്താം. ഒരു മുനിയുടെ വേഷം കെട്ടിപ്പോവാനൊക്കെ അല്ലേ പറഞ്ഞ്. ഞാൻ അങ്ങനെ ചെയ്യാം. എനിക്കിപ്പോൾ ഞാൻ നല്ലത് പറഞ്ഞെന്നേ ഉള്ളൂ. അങ്ങയുടെ നന്മ വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്. ഞാൻ അങ്ങയുടെ ഹിതകാരിയാണ്. അങ്ങയ്ക്ക് ആ ഉപദേശം ഇഷ്ടമല്ല തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞ അങ്ങയുടെ കൽപ്പന ഞാൻ കേട്ടോളാം. ഞാൻ പോയി അങ്ങയുടെ കൽപ്പന ഞാൻ ചെന്ന് ആ കാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇത്യുക്ത്വാ പ്രയയൗ ശീഘ്രം കാലനേമിർമഹാസുരഃ നോദിതോ രാവണേനൈവ ഹനുമത് വിഘ്നകാരണാൽ. ഹനുമാന് വിഘ്നം ചെയ്യാനായിട്ട്, അതാണല്ലോ പറഞ്ഞത്. രാവണേനാ നോദിത, രാവണനാൽ പ്രേരിപ്പിക്കപ്പെട്ട മഹാസുര കാലനേമി, അസുരനായ കാലനേമി ഇതി ഉക്ത്വ, ഇപ്രകാരം പറഞ്ഞ് ശീഘ്രം പ്രയയോ, വേഗം പോയിന്ന്. അല്ല, കാലനേമി എന്നുള്ള അസുരൻ പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായി. രാവണനോട് പറഞ്ഞു, ഓക്കെ അങ്ങനെക്കത് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞ ശേഷം രാവണൻ പറഞ്ഞ പോലെ ഹനുമാന് വിഘ്നം ചെയ്യുവാനായിട്ട് വേഗം അവിടെ നിന്ന് പോയി എന്നാണ് പറഞ്ഞത്. ഇനി നമുക്കിവിടെ നിർത്താം. കാരണം 3 ശ്ലോകം ഒന്നിച്ചാണ്, അപ്പോൾ ഒരുപാട് സമയമാവും. അപ്പം കാലനേമി ഹനുമാന് വിഘ്നം വരുത്താനായിട്ട് അവിടുന്ന് പോയി എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താട്ടോ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പാ ശരണം.